ഇന്ന് നമ്മൾ കാണുന്നത് റീനീറ്റ് എക്സ്റേയിൽ ഫിസിക്സിലെ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്ക്. ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കണക്ട് ചെയ്ത് ഈ വർഷം 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദാറ്റ് ആൻ ഇലക്ട്രോൺ റിവോൾവിംഗ് ഇൻ ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം വിത്ത് വെലോസിറ്റി നമുക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് v = √25.6 × 10⁵ m/s. ചോദ്യം, ദി റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് അത് തന്നിരിക്കുന്നത് r = h × 10⁻⁹. അങ്ങനെയെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബോർ ആറ്റം മോഡലിൽ കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോഴത്തേനും നമുക്കറിയാം, ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ റിവോൾവ് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 2 ഫോഴ്സസ്, അത് റൂദർഫോർഡും പറഞ്ഞു വെച്ചിരുന്ന ആശയമാണ്. ആ 2 ഫോഴ്സസ് ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സ്, മറ്റൊന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് കൊളം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത് രണ്ടും ഈക്വലായിട്ട് വരുന്ന ആ സാഹചര്യത്തിലാണ് ഇലക്ട്രോണ് ആ ഓർബിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r എന്ന് പറയുന്നതും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 1/4πε0 e²/r² എന്ന് പറയുന്നതും ഇതെപ്പോഴും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രോൺ റിമെയിൻ സ്റ്റേഷനറി ഇൻ ആൻ ഓർബിറ്റ്. ഈ കൺസെപ്റ്റ് നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ r ഇവിടുന്ന് പോവും, ഇവിടുന്ന് ഒരു അങ്ങ് ക്യാൻസലായി പോവും, മിച്ചം ഒരു r അവിടെ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആറിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. r ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? e² / 1/4πε0 × mv² എന്ന് നമുക്ക് കിട്ടും. ദറ്റ് ഈസ് r കണ്ടുപിടിക്കണം. ഈ 1/4πε0 വാല്യൂ കോൺസ്റ്റന്റ് എത്രയാണ്? 9 × 10⁹ ഇൻറ്റു ഇയുടെ വാല്യൂ 1.6 × 10⁻⁹ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം 9.1 × 10⁻31 ആണ്, ഇൻറ്റു വി ഇവിടെ തന്നിട്ടുണ്ട് റൂട്ടില, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ റൂട്ട് അങ്ങ് പോയി 25.6 × 10⁵. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എല്ലാം സോൾവ് ചെയ്ത് 1 × 10⁻⁹ മീറ്റർ. ഇതാണ് റേഡിയസ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചത് ആ റേഡിയസ് ഇങ്ങനെയാണല്ലോ, എക്സിൻ്റെ വാല്യൂ എത്ര? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ഡിജിറ്റ് എത്രയാണ്? 1 ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. യെസ്. രണ്ടാമത്തെ ചോദ്യം ഇതിൽ നിന്ന് ജീസർ മാസ്ഡെയിൻ എക്സ്പെരിമെൻ്റ്, ആ ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിന് മുന്നോടിയായിട്ട് ഈ മാസ്ഡെയിൻ എക്സ്പെരിമെൻറ്റിൽ ദി നമ്പർ ഓഫ് സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾ ഈസ് പ്ലോട്ടഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സ്കാറ്ററിംഗ് ആംഗിൾ തീറ്റ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഓപ്ഷൻ റെപ്രസെൻറ്റ്സ് ദി കറക്റ്റ് പ്ലോട്ട് എന്നാണ് ചോദിച്ചത്. ആ NCERT വായിച്ച് ഫോളോ ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ച് ആ ചോദ്യം കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ, കാരണം ആ ഗ്രാഫ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ലേ. ഇപ്രകാരമാണ് ഗ്രാഫ്. ആ ഷേപ്പ് വരുന്നത് ഏതാ? യെസ്, 4ാമത്തെ ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അത് പക്ക NCERT എന്നുള്ള ചോദ്യമായിരുന്നു. അങ്ങനെ നമ്മുടെ റീനീറ്റ് എക്സ്റേയിൽ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 2 ചോദ്യങ്ങൾ, ആ 2 ചോദ്യം നോക്കിയാലും വളരെ സിമ്പിളായിരുന്നു. ഒരെണ്ണം ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, ഒരെണ്ണം പക്ക തിയററ്റിക്കൽ. അതിൽ ഈ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വിത്തിൻ സെക്കൻഡ്സിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമായിരുന്നു. ഓക്കെ, താങ്ക് യു.